അറിയത്തില്ല. ഇനി അങ്ങോട്ടേക്ക് വേറൊരു പൂങ്കാവനാണ് ആ കാണുന്നത്. എന്തായാലും പറഞ്ഞത് ഞാൻ ചോദിച്ചു 10 വർഷം പൊതിഞ്ഞ ഈ പൂക്കളൊന്ന് കാണിച്ചിട്ടീനൊന്ന്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. എൻ്റെ ദൈവമേ, ഇത് നോക്കിയേ, ഞാൻ ടീനയുടെ അടുത്ത് വന്നു. ഞങ്ങൾ നടക്കാൻ ഇറങ്ങി ആസ് യൂഷ്വൽ. ഇത് നോക്കിയേ, ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും വേറൊരു വീട്ടിലാണ്. പക്ഷെ ഇതിൻ്റെ പന്തല് വന്നിരിക്കുന്നത് പുറത്തേക്കാണ്. ഇത് പന്തലാണോ, മുല്ലപ്പന്തലാണോ, റോസ് പന്തലാണോ, താമരയാണോ എന്നറിയത്തില്ല. അത്രമാത്രം സുന്ദരികളായിട്ട് എല്ലാം വിരിഞ്ഞിട്ടുണ്ട് അല്ലേ ടീന? ഓൾമോസ്റ്റ് എല്ലാം വിരിഞ്ഞിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഈ മരം ഇതിനെയൊക്കെ വഹിക്കുന്നതെന്ന് അറിയത്തില്ല. അത്രമാത്രം നോക്കി ടീന ഇങ്ങോട്ടേക്ക്. അയ്യോ, എന്നിട്ടും ഉണ്ട് കേട്ടോ വിരിയാനായിട്ടത്. ഇവിടെയൊക്കെ വിരിയാനുണ്ട്. പിന്നെ ഇതൊക്കെ ഇപ്രാവശ്യത്തെ മാഗ്നോലിയക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളിതിനെയൊക്കെ വർണ്ണിച്ച് ഇങ്ങനെ നമ്മുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുന്നതാണ്. ടീന എന്തെന്നാ, എന്തിന്റെ താഴെ നിക്കണേ ടീന? പറയാൻ വാക്കുകളില്ല, എല്ലാം വിരിഞ്ഞു. അതിന്റെ ഭംഗിയാണ് കേട്ടോ. ഇത്ര മാത്രം ഉണ്ടാവുമല്ലോ ഒരു മരത്തിലല്ലേ? ഒരു ഭംഗിയാ കാണാനായിട്ട്. ഇന്ന് പക്ഷെ ഇതില്ല അല്ലേ, നമുക്ക് വെളിച്ചമില്ല അല്ലേ? ടീന എന്തോ എടുക്കുന്നേ? ചെമ്പരത്തിയാണോ ടീന ഇത്? ചെമ്പരത്തി പൂവാണോ ഒന്ന് നോട്ടെ. അതെ 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 അതെ. എന്തൊരു ചുമപ്പല്ലേ ടീനത്. നിറയെ മുട്ടുണ്ടല്ലേ, പൊക്കം കുറവാണല്ലേ. കമേലിയാണ് കേട്ടോ. പിന്നെയും കമേലി. ഇന്ന് മൊത്തം എനിക്കൊരു മാഗ്നോലിയയും കമേലിയ ആയിരിക്കില്ല. 2-3 എപ്പിസോഡായി. എന്നാലും നമുക്ക് പിന്നെയും പിന്നെ എടുക്കാനായിട്ടുള്ള ടെൻഡൻസി. ഞങ്ങളിങ്ങനെ 2 പേരും കൂടി നടക്കുവാണേ. അപ്പം ഈ ഇഷ്ടം പോലെ മാഗ്നോലിയ ഓരോ വീടുകളുടെ മുമ്പിലുണ്ട്. പക്ഷെ അവരുടെ ചോദിക്കാണ്ട് നമുക്ക് അങ്ങനെ എടുക്കാനും പറ്റില്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങേയറ്റത്ത് നോക്കിയേ ഒരു മാഗ്നോലിയ നോക്കിയേ. ആ മരം എങ്ങനെയാണ് ഇത്രയും പൂക്കളെ താങ്ങണേന്ന് പറയാൻ പറ്റില്ല. അതിന് മുമ്പ് ഇവിടെ വരണോണ്ടിട്ടീനെ അതെ, ചെറുതാണെങ്കിലും ഇത് മുട്ടുകളാന്നോണേ. നമുക്ക് ആ സൈഡിൽ കൂടെ പോയാലോ? വണ്ടി വരണ്ടോ നോക്കേ, ബാ. ഇത് മുട്ടുകളാണ് ഇതിൻ്റെ, മാഗ്നോലിയയുടെ മുട്ടുകൾ. സെയിം കളറല്ലേ ടീന ഇത്? ശരിക്കും മുട്ട് കാണുമ്പോൾ ശരിക്കും ചെമ്പകം പോലെ തന്നെ തോന്നുവേ. വേണ്ടോ, ചെമ്പകം ശരിക്കും ഇങ്ങനെ കൂമ്പി നിൽക്കണ ചെമ്പകം. നിറയെ ഉണ്ട് ടീന. അതെ അതെ അതെ, അടിപൊളിയായിരിക്കും. നമുക്ക് അങ്ങോട്ടേക്കാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ? പക്ഷെ നടക്കില്ലെന്ന് അറിയില്ല. അവിടെ ചെന്ന് അവരോട് പെർമിഷൻ ചോദിക്കണം. കാവടി അല്ലേ, ഒരു 10 കാവടി ഒരുമിച്ച് വെച്ചേക്കണം അല്ലേ? നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പം നമ്മൾ ഈ വീട്ടിൽ പോയിട്ട് പെർമിഷൻ ചോദിച്ചു. അവിടെ ഒരു അപ്പച്ചനായിരുന്നു. അപ്പച്ചൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അല്ലേ? അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു. ഇനി ഞങ്ങൾ എല്ലാം എടുക്കും. നോക്കിയേ, ഇന്നലെ ഞാൻ ഷൈബയുടെ വീട്ടിൽ പോയപ്പോ അവിടുത്തെ മാഗ്നോലിയ, അതിനൊരു നല്ലൊരു നറുമണം ഉണ്ടായിരുന്നേ. മണം തോന്നുന്നുണ്ടോ? ഇത്രയും മണമില്ല അല്ലേ? പക്ഷെ ഇന്നലെ ഷൈബയുടെ വീട്ടിൽ തന്നെ മണം ഉണ്ടായിരുന്നേ. അപ്പൊ ഇത് വെള്ള മാഗ്നോലിയ, ഒരു ഇല പോലും ഇല്ല അല്ലേ ടീനെ? വന്നിട്ടില്ല, ഇല വന്നിട്ടേ ഇല്ല. പക്ഷെ ഇതിന്റെ ഇതളും മറ്റേതിന്റെ ഇതളും നമ്മൾ ഭയങ്കര വ്യത്യാസമുണ്ടല്ലേ? രണ്ടും മാഗ്നോലിയ ആണ് തന്നെ. അതെ അതെ അതെ. ഇതിങ്ങനെ പരന്നിരിക്കണത് അതില് വേറൊരു ടൈപ്പ്. എടുത്ത് കാണിച്ചു തരാം. ഇനി പുറകിൽ എന്താണെന്ന് അറിയത്തില്ല. ഇനി അങ്ങോട്ടേക്ക് വേറൊരു പൂങ്കാവനാണ് ആ കാണുന്നത്. പിന്നെ ഇതും കൂടി കാണിക്കാലോ നമുക്ക്. അതെ, ഞാൻ എടുത്തിട്ട് ഫോൺ എടുത്തിട്ട് കാണിച്ചു തരാം. ഹായ്, നല്ല കാണാൻ പറ്റണ്ടാ? കാണാൻ പറ്റുന്നുണ്ട്. ഇത് നോക്കിയേ, ഇത് കമേലി. എനിക്ക് തോന്നുന്നത് ചേച്ചിയുടെ വീട്ടിലുള്ള കമേലിയാണോ ടീന ഇത്? അതെ അതെ, ഈ ടൈപ്പ് തന്നെയല്ലേ ചേച്ചിയുടെ വീട്ടിലുള്ളത്? നല്ല വലിപ്പമുണ്ട്, ഇച്ചിരി കൂടെ അല്ലേ? വലിപ്പമുണ്ട് ശരിക്കും, വലിയ പൂവാ. ഇതിന്റെ ഇല കാണുമ്പോൾ തന്നെ എന്തൊരു പുഷ്ടിയല്ലേ ഇലക്ക്. നമ്മുടെ നാട്ടിൽ പറയില്ലേ, റോസിന്റെ ഒക്കെ ഇല കാണുമ്പോൾ നല്ല നല്ല പുഷ്ടിയായിട്ടിരിക്കുന്ന ഇല എന്ന് പറയും. ഇതിന്റെ മുട്ട് നോക്കിയ ടീനെ, നോക്കിയേ, ഇതിന്റെ മുട്ടിന് എന്തൊരു ഭംഗിയാണോ. ഇത് വിടരുന്ന മുട്ട്, ഇത് വിടരാൻ പോകുന്ന മുട്ട്, ഇത് വിടർന്ന പൂവ്. ഇത് രസാ. ഈ ഡാഫഡിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇത് ഞാൻ ഇന്നലെ അവിടെ എടുത്തത് ഒരു വേറൊരു മഞ്ഞ ടൈപ്പ് ആയിരുന്നേ. ഇത് വെള്ളയും ഒരു സ്ലൈറ്റ് മഞ്ഞ അല്ലേ? അതെ അതെ, ഇത് ഡാഫഡിൽസ്. ഇനി നമ്മുടെ മെയിൻ ആള്. അതെ അതെ അതെ. ഇതെല്ലാം കിട്ടിയോ? അതെല്ലാം കിട്ടി. ഇനി ഇത് മുകളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിച്ചത് എത്ര വർഷത്തെ പഴക്കമുള്ള മാഗ്നോലിയാന്ന് ചോദിച്ചല്ലേ? എന്തായാലും പറഞ്ഞത്. ഞാൻ ചോദിച്ചു 10 വർഷമാവോ, 10 വർഷമാണോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു നോ മോർ ദാൻ 40 years എന്ന്. 40. ഈ മരത്തിന് 40 വർഷത്തിന്റെ പഴക്കമുണ്ടെന്ന്.
40 വർഷം മുൻപ് ഇത് ആരായിരിക്കും നട്ടതെന്ന് നമുക്കറിയില്ല, അവരാണോന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ വെയിലില്ലാത്തോണ്ട് ഇങ്ങനെ കളർ കാണാൻ അത്രയും കളർ കാണാൻ പറ്റുന്നില്ല. ചിലപ്പോ ഇവിടെ നിന്ന് എടുത്താൽ കിട്ടുമായിരിക്കും. പിന്നെ ഇത് അത് തന്നെയാണ് ടിനത് അല്ല, അത് മാഗ്നോലിയയുടെ വേറെ കളർ, മറ്റേ കളറ്. അപ്പൊ അവര് അത് നട്ടിട്ടുണ്ടല്ലേ? അതിന്റെ ഇടയിലുണ്ട്. ഓ, അപ്പൊ ഈ വീട്ടിൽ 3 കളേഴ്സ് ഉണ്ട്. ഇതൊരു സൈസ് പിങ്കിഷ് ആണല്ലേ? ഇത് പിങ്ക്, ഡാർക്ക് പിങ്ക് ആണിത്. ഇതിൽ പക്ഷെ അത്രയും മാത്രം പൂക്കൾ ഉണ്ടാവില്ല. ഇതിലാണ് ഏറ്റവും കൂടുതൽ പൂ ഉണ്ടാവുന്നത്. ടീനയുടെ വീട്ടിലുള്ളതും ആ കളേഴ്സ് തന്നെയാണ്. അപ്പൊ 3 കളേഴ്സാണ് ഇവിടെ. ഓ എൻ്റെ അമ്മേ, കണ്ടിട്ട് എന്ത് രസമാണ് ടീനെ. എനിക്കിന്നൊരു മെയിൻ അട്രാക്ഷൻ ആയിരിക്കും ഈ ഒരു സ്ട്രീറ്റിൻ്റെ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. ടീന ഒന്ന് പോയിന്നേ ഇതിലൊന്ന്. ഓക്കെ, ഞാനിതിൻ്റെ എനിക്കിതിലേ നടന്നപ്പം പൂ ഇങ്ങനെ ചവിട്ടാതെ ഇത് വരും. ചവിട്ടി പോയി എങ്ങനെ ഉണ്ട്. ടീന താഴെ കിടക്കുന്ന പൂക്കളെല്ലാം എടുത്ത് ശേഖരിക്കുക, ആരും ചവിട്ടാതെ. പൂക്കളെ സ്നേഹിച്ച പെൺകിടാവാണ് ടീനക്കുട്ടി. അതല്ല, ഇതിന്റെ വലിപ്പമേ ഒരു രക്ഷയില്ല. അതിന്റെ വലിപ്പം നമ്മുടെ നാട്ടില് കട്ടച്ചമ്പരത്തി ഇല്ലേ, അത് ഇതിലും ഭംഗിയൊന്നും വരില്ല. ഇത് വാടില്ലാന്ന് തോന്നുന്നു. വീണാലും അതെങ്ങനെ വാടാതെ തന്നെ വീഴുന്നു. ഏതെങ്കിലും പൊഴിയാതെ പൂവായിട്ട് തന്നെ വീഴുന്നില്ലേ അല്ലേ? മറ്റതൊക്കെ പോരുവാ. ഇത് അങ്ങനെ തന്നെ പൂ ഇങ്ങനെ വിട്ടുപോരുവാ. അതിന്ന് പേപ്പർ വെച്ച് ഉണ്ടാക്കിയ പോലെ ഉണ്ട്. അതിൽ തന്നെ തിരിച്ചു വെച്ചാലോ. അതിന്റെ ഉള്ളിൽ മറ്റേ മഞ്ഞ ഉണ്ടോ? അതെ അതെ, അത് നമ്മുടെ നാട്ടിൽ ചെമ്പരത്തി പൂവിന്റെ ഉള്ളിലൊരു സംഭവം ഇല്ലേ, അതേപോലത്തെ അല്ലേ? അത് തലയിൽ വെക്കട്ടെ. ടീന തലയിൽ വെച്ചേക്കണം. പൂക്കൾ രണ്ടും. റാണിയെ മിസ് ചെയ്യണം കേട്ടോ. റാണി തിരിച്ചുകൂടെ വെച്ചേക്കാം കേട്ടോ. റാണിയെ മിസ്. റാണിയുടെ വീട്ടിൽ കടും ചുമപ്പുണ്ട്. ടീന താഴെ കിടന്നൊക്കെ എടുത്ത് അവിടേക്ക് എടുത്ത് വെച്ചു. അവിടെ എടുത്ത് വെച്ചു. ഓ, ഇനിയുണ്ട് താഴെ. ഇനി മുകളിലേക്ക് എടുത്തിട്ട് മതിയാവില്ലല്ലോ മക്കളെ. ഇത് ടീന നേരത്തെ എടുത്ത് തന്നെയാണ് കേട്ടോ. ഇതാണ് മറ്റേ നല്ല പിങ്കിഷ് മാഗ്നോലിയ. നിങ്ങളൊക്കെ ഇപ്പോൾ പേരൊക്കെ പഠിച്ചു കാണും. ഓ, ഇതിനി എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല, അത്രയും മാത്രം ബ്യൂട്ടിഫുൾ ആണ്. തിരിച്ച് ടീനയുടെ വീട്ടിലേക്ക് പോവാണേ. നോക്കിയാൽ തിരിച്ചു പോണ വഴിയാണേ. തിരിച്ചു പോണ വഴി. അപ്പം നോക്കിയാൽ കുറേ സുന്ദരികൾ നമ്മളെ മാടി വിളിക്കണം. ഇത് 3 ലെയർ ഉണ്ട്. ഇവിടെ ഒരെണ്ണം, രണ്ടാമത്തത് അകത്ത്. ഇങ്ങനെ ഇതിന്റെ ഫ്ലാറ്റ് എന്താന്ന് തോന്നുന്നു, അതിന്റെ ഫ്രണ്ടിൽ നട്ടിരിക്കുക. എല്ലാം ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണ റെയിൻ ഡ്രോപ്സ് പോലെ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കണം നമ്മളെ നോക്കിയിട്ട്. അപ്പൊ ടീനോട് ചോദിക്കുക, ടീന ആൻറ്റി ഇങ്ങോട്ട് വന്ന് എങ്ങനെയും കൂടി എടുക്കുക എന്ന് പറയുക. അപ്പൊ ഞാനിവിടെ അങ്ങോട്ട് വീണു. പിന്നെയാണെങ്കിൽ എൻ്റെ നോക്കിയേ, ഇതൊക്കെ കളറൊക്കെ ഒരുപോലെ അല്ലേ ടീനെ? എല്ലാം എടുത്തിട്ട് ടീന നമ്മുടെ കൂട്ടുകാരികളൊക്കെ ഒന്ന് കാണട്ടെ. ഡാഫഡിൽസിന്റെ ഭംഗി. ഡാഫഡിൽസ് അങ്ങ് കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിനൊരു, നമ്മുടെ വിഷമങ്ങളൊക്കെ അങ്ങ് മാറുവേ. ഇങ്ങനെ ആടി ആടി നിൽക്കുന്ന കണ്ടോ, നൃത്തം ചെയ്യണ പോലെയാണ്. ഡാഫഡിൽസ് നൃത്തം ചെയ്യുന്നു ടീന. അടിപൊളി. ഞങ്ങള് നടത്തിയൊക്കെ കഴിഞ്ഞത് തിരിച്ച് ടീനയുടെ വീട്ടിലേക്ക് വന്നു. ടീനയുടെ വീട്ടിലേക്ക് വരുമ്പോൾ പിന്നെ എൻ്റെ കണ്ണ് പോണത് അവിടേക്ക് തന്നെയാണ് കേട്ടോ. ഇന്നലത്തേലും കുറച്ചുകൂടി ആയി. എനിക്കൊന്ന് അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഡാൻസൊക്കെ കളിക്കാനായിട്ട് പറ്റും. നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ